നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ ധർണ നടത്തി. ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ കൂടുതൽ മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ. കുമാരമംഗലം പഞ്ചായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് സർവകക്ഷി പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റിനെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതായി അവർ ആരോപിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം G. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി R. പ്രശോഭ് അധ്യക്ഷനായിരുന്നു. KK ഷിംനാസ്, M. മധു, CK ലതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ നാട്ടിലെ ഏതെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഉന്നയിച്ച പ്രശ്നമാണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നുള്ള ആവശ്യമായി ഉയർന്നു വന്നത് അല്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, ആ തട്ടിപ്പിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചുക്കാൻ പിടിക്കുന്നത്, ചൂട്ടുപിടിക്കുന്നത് എന്നതാണ് കേരളം ലജ്ജിച്ചു തലതാഴ്ത്തുന്ന കാര്യമായി മാറിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ആന്റണിയോ അതുപോലെ തന്നെ കെ കരുണാകരനോ UDFിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ തരത്തിൽ നാറിയ പെണ്ണുകേസിന്റെ ഭാഗമായി ഒരു മുഖ്യമന്ത്രിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടതായി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ആന്റണിയോ കരുണാകരനോ ഒരു പെണ്ണിന്റെ പാവാടച്ചരടിന്റെ തുമ്പിലേക്ക് തങ്ങളുടെ അധികാരപത്രം അഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് വരുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ഏറ്റവും വൃത്തികെട്ട മാഫിയ സംഘത്തിന്റെ ഒപ്പം തന്റെ ഓഫീസിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് എല്ലാം സുതാര്യമാണ് എന്ന ഈ നാട്ടിലെയും ലോകത്തെയും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഈ നാട് കണ്ട ഏറ്റവും അധപ്പതിച്ച അധാർമികനായ ഈ കേരളം കണ്ട പുഴുത്ത പട്ടിയെ പോലെ ജനങ്ങൾ വെറുക്കുന്ന ബിജു രാധാകൃഷ്ണന്റെയും സരിതയുടെയും കൂടെ ഈ ഉമ്മൻചാണ്ടി കൂട്ടുകച്ചവടം നടത്തിയതിന്റെ തെളിവാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. ധർണയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. രക്ഷിതാക്കളുടെ പീഡനത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ കൂടുതൽ മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ. നിലവിൽ ചികിത്സിക്കുന്ന ആശുപത്രി പര്യാപ്തമല്ലെന്നും 2 മണിക്കൂർ യാത്ര കൊണ്ട് മികച്ച ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പീഡിയാട്രീഷ്യൻ നോക്കേണ്ട കുട്ടിയെ ഗൈനക്കോളജിസ്റ്റ് മരുന്ന് എഴുതി കൊടുക്കുകയാണ്. അതിന് മരുന്ന് വാങ്ങി വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് മരുന്ന് കാലാവധി കഴിഞ്ഞതാണ്. തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് ഇത് കാണിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമത്തിന്റെ ആൾക്കാർ ഇതേ ചീട്ട് ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്. ആ മരുന്നും കാലാവധി കഴിഞ്ഞതായിരുന്നു. അങ്ങനെ അവിടുത്തെ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇന്നലെ BJPയുടെ ആഭിമുഖ്യത്തിൽ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപരോധം പോലെ അവിടെ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വന്നത് റെയ്ഡ് നടത്തുകയും അതിൽ തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫാർമസിസ്റ്റ് അടക്കമുള്ളവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് BJP ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുവാനുള്ള ഒരു കാരണം. BJP ആവശ്യപ്പെടുന്ന ആധുനിക സൗകര്യമില്ലാത്ത ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ ആധുനിക സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണം. മാത്രമല്ല കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ആശുപത്രി അത് ഒന്നുകിൽ അതിന്റെ ഫാർമസിസ്റ്റിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന ആശുപത്രി നിർത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നില്ല. അവിടുത്തെ ഒരു ആതുര സേവന രംഗത്തെ ഒരു ആശുപത്രി എന്നുള്ള രീതിയിൽ. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കൂടുതൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഇതുവരെ ആ ഫാർമസിസ്റ്റിന്റെ ലൈസൻസ് സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു കാര്യം ഇതുവരെ ലൈസൻസ് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട്
ഭാരതീയ ജനതാ പാർട്ടി നാളെ ഹോസ്പിറ്റലിലേക്ക് ഫാർമസിസ്റ്റിനെ ലൈസൻസ് കട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാർച്ച്, പ്രധാനപ്പെട്ട പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു മാർച്ച് പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി നാളെ കട്ടപ്പനയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക, ഒപ്പം കട്ടപ്പന പോലെയുള്ള പ്രദേശത്ത് ഈ ഹോസ്പിറ്റലിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുക. ഇതാണ് BJP പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. തമിഴ്നാട്ടിൽ നിന്ന് MBBS പാസ്സായി വരുന്ന വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാരെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ മാധ്യമ ശ്രദ്ധ വന്നിട്ടുള്ള ഈ ഷഫീഖിൻ്റെ ജീവൻ, ആ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായും BJPക്ക് പറയാനുള്ള ഒരു കാര്യം. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന ആശുപത്രിക്ക് വേണ്ട മീഡിയ കവറേജ് കിട്ടുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും ഏതെങ്കിലും VIPs വരും, OB വാനടക്കം ദൃശ്യമാധ്യമങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട മീഡിയ കവറേജ് ലഭിക്കുന്നുണ്ട്, അതാണ് ഉദ്ദേശം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KG ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. VK രാഘവൻ നായർ, KV മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി മുൻവർഷങ്ങൾ നടത്തിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഈ വർഷം ജലസംരക്ഷണ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ സംഘടന ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നോട്ടീസ് എന്റെ കയ്യിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാലഘട്ടത്തിന്റെ ആവശ്യത്തെ നേരിൽ കണ്ടുകൊണ്ട് അതിനെ അടുത്തറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ ദൗത്യം ഇന്ന് സത്യം പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഒന്നാമത്തെ ആവശ്യം തന്നെയാണ്. പറഞ്ഞത് ഒരുപക്ഷെ അത്രയും ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല. നമുക്കറിയാം, കുറെ നാളുകൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞത്, ഇനി ലോകത്തിലൊരു മഹായുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ, ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും ജലത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നുള്ളത്. ഇത്തരത്തിലാണ് വലിയ പ്രസക്തിയും പ്രാധാന്യവും. ഇപ്പോ ജലസംരക്ഷണ പ്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോക്കുന്നിടത്തൊക്കെ വെള്ളമുണ്ട്, ശരിയാണ്. പക്ഷെ ശുദ്ധമായ വെള്ളം കുടിപ്പാൻ വളരെ കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ പേപ്പറൊക്കെ വായിച്ചു കാണും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രമുഖ ദിനപത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. കേരളത്തിലെ നമ്മൾ ഇന്ന് കുടിനീരിനായിട്ട് ഉപയോഗിക്കുന്ന ജലത്തിൽ 50% മുകളിൽ തന്നെ, ശതമാനത്തിരികൾ ഉയരുകയാണ്. പക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങളൊരു ഭീതി ഉണ്ടാകാം. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ അധ്യാപക ധർണ നടത്തി. ലബ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂനിയർ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും അത് സംബന്ധിച്ച് വളരെ ഫലപ്രദമായ ഒരു റിപ്പോർട്ട് ഇന്ന് ലബ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഞാൻ ആദ്യം പരാമർശിച്ചതുപോലെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതുൾപ്പെടെ അക്കാഡമിക്കായിട്ടുള്ളതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായ പഠനം നടത്തി, ആ പഠനത്തിൽ വളരെ നല്ല അപഗ്രഥനം നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് ഈ മേഖലയിലെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ അതിനെ സംബന്ധിച്ച് അപഗ്രഥിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതില് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 2 വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അധ്യാപകരെ ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും, ആ 2 കാര്യങ്ങളെ സംബന്ധിച്ചും അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ചാണെങ്കിലും ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും നിലനിന്നിരുന്ന ആ പ്രധാനപ്പെട്ട പരാതിക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. അതിനെ ബഹുമാനപ്പെട്ട UDF ഗവൺമെന്റ് വളരെയേറെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുമാരമംഗലം പഞ്ചായത്ത് 10ാം വാർഡിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് സർവകക്ഷി പ്രകടനം നടത്തി. പാറ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടനവധി പേർ പങ്കെടുത്തു. പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് CPI ലോക്കൽ സെക്രട്ടറി MM മാത്യു,
മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചാക്കോ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നുവരുന്ന ഈ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുക്കുവാൻ, ഈ ധർമ്മ സമരത്തിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ജനവിഭാഗത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല, പഞ്ചായത്ത് മെമ്പർമാർ അറിഞ്ഞില്ല, ആരും അറിയാതെ അങ്ങനെ ഒരു പെർമിറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതി എന്താണ്? പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അധികാരമെന്ന് അവർ പറയുന്നു, ശരിയായിരിക്കാം. പക്ഷെ ഇത്ര രഹസ്യ സ്വഭാവത്തോടുകൂടി ഇത് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? എന്ത് അന്വേഷണമാണ് പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയിരിക്കുന്നത്? ഇത് കളക്ടറേറ്റ് തലത്തിലോ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ കൊടുക്കാവുന്ന ലൈസൻസ് ആണല്ലോ. എന്തിനാണ് ഇത് പഞ്ചായത്തിന്റെ ഒരു അനുവാദത്തിന് വേണ്ടി താഴേക്ക് വിടുന്നത്? ഇതിന്റെ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന്റെ ഒരു അനുമതിയോടുകൂടി വേണം കൊടുക്കാൻ എന്ന് നിഷ്കർഷിക്കുന്ന എന്തിനാണ്? അവിടെ ജനങ്ങളുടെ പ്രശ്നമുണ്ടോ എന്നറിയാനാണ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിശദമായ പരിശോധന അവർ നടത്തിയിട്ടുണ്ടോ? പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ടോ? അതിന് നിർദ്ദിഷ്ടമായ സ്ഥലത്തിന് ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ഇത് എന്തുകൊണ്ട് പറയുന്നില്ല? ഇങ്ങനെയൊരു ഏർപ്പാടോടെ വരാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ കഴിയാത്തത്? എല്ലാം വളരെ ദുരൂഹമാണ്. രഹസ്യം സൂക്ഷിക്കാൻ എന്ത് വിദഗ്ധന്മാരാണ്? അങ്ങോട്ട് 3 ഫേസ് ലൈൻ മരിച്ചു, KSEBിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് മരിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ NGO യൂണിയൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തി. 25-ന് നടത്തുന്ന ജില്ലാ ജാഥയ്ക്ക് മുന്നോടിയായാണ് മേഖലാ യോഗങ്ങൾ നടത്തിയത്. TM ഗോപാലകൃഷ്ണൻ, TM ഹാജിറ, AN ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ അത് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അനുമതി നൽകി. അതിന്റെ തിക്തഫലം ഇന്ന് രാജ്യത്തെ ജനങ്ങളും സംസ്ഥാന ജീവനക്കാർ ഉൾപ്പെടുന്ന ജനസഞ്ചയം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ ഡീസലിന്റെ വിലയും വീണ്ടും കൂട്ടും. സ്വകാര്യ ബസ് ജീവനക്കാർ ഇപ്പോൾ സമരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. 18-ാം തീയതിയിൽ അവരുടെ സമരം അവർ മാറ്റിവെക്കുകയാണ്, ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതിനാൽ ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞതിനെ തുടർന്ന് അടിക്കടി ഉണ്ടാകുന്ന അതിന്റെ വിലക്കയറ്റം ഇത് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. ഇന്നലെ ജീവിച്ചതുപോലെ നാളെയും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ് കേന്ദ്ര ഭരണം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആ കേന്ദ്ര ഭരണം ഇവിടെ സാധാരണക്കാർക്ക് ന്യായവിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഗോഡൌണുകളിൽ ചീഞ്ഞു നീറുകയാണ് ഭക്ഷ്യധാന്യങ്ങൾ. അരിയും പയറും പരിപ്പും കടലയും ഉഴുന്നുമൊക്കെ ഇവിടെ പുഴുവരിച്ച് പാറ്റയരിച്ച് അത് ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ അത് ന്യായവിലയ്ക്ക് ഇവിടെ സാധാരണക്കാർക്ക് എത്തിച്ചു നൽകുന്നതിനുള്ള യാതൊരുവിധ നടപടിയും കേന്ദ്ര ഗവൺമെന്റ്. തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രേഷൻ IG R മാണിക്യം മിന്നൽ പരിശോധന നടത്തി. പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയില്ല. ഓഫീസിനെ സംബന്ധിച്ച് ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രാൻസ്പെറന്റ് ആയിട്ട് എന്തെങ്കിലും ഫീസ്, അതിനുള്ള ഫീസ് മാത്രമേ ചോദിക്കുന്നുണ്ടോ, കൂടുതൽ പൈസ ചോദിക്കുന്നുണ്ടോ? ഒന്നും പ്രശ്നമല്ല. 2-3 ഇഷ്യൂസ് പൊതുജനങ്ങളിന് ഒരുപാട് എല്ലാ വ്യാപകമായിട്ട് ഉള്ള പരാതിയിൽ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇവർ പോയിട്ട് ത്രൂ എന്തെങ്കിലും ഒരു ഏജൻറ്റ് മുഖാന്തരമാണ് ഇടപാട് നടത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ചെയ്താൽ ഇപ്പോൾ ചില ഇങ്ങനെയുള്ള ഓഫീസസിലെല്ലാം 15 അപേക്ഷയാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യാൻ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ജനറലായിട്ടാണ് ഞാൻ ഇത് ഇപ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് സമയം നീട്ടി, അതായത് ഇങ്ങനെ ഏജൻറ്റ് മുഖാന്തരം വരുമ്പോൾ ഉള്ള ആൾക്ക് ഒരു മുൻഗണന, അങ്ങനെ ഒരുപാട് വ്യാപകമായിട്ടുള്ള പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താ നടക്കുന്നത് സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടത്. ഈ ഓഫീസിലെ ഒന്നും തെളിഞ്ഞില്ല.
ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ബാലപീഡനങ്ങളിൽ ജവഹർ ബാലജനവേദി ജില്ലാ ചെയർമാൻ KV ബാബു ആശങ്ക അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ DYFI ധർണ നടത്തി. ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ കൂടുതൽ മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ. കുമാരമംഗലം പഞ്ചായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് സർവകക്ഷി പ്രകടനം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.